തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമാകാൻ സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി ശശി തരൂർ കൂടി തലസ്ഥാനത്തെത്തിയതോടെ പ്രചാരണത്തിന് ഇനി ചൂടുപിടിക്കും. ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സാക്ഷ്യം വഹിക്കുക. കമലേഷ് തെക്കേക്കാടാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. കമലേഷ്, ത്രികോണ മത്സരത്തിന്റെ സാധ്യതകൾ എത്രമാത്രമുണ്ട്? സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ എങ്ങനെയൊക്കെ സജീവമാണ്? ഫിജി, സ്ഥാനാർത്ഥികളെല്ലാം തന്നെ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ നേരത്തെ തന്നെ പന്ന്യൻ രവീന്ദ്രൻ, LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ കളം പിടിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ നേരത്തെ തന്നെ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി. അതോടൊപ്പം തന്നെ പ്രചരണത്തിന്റെ ഒരു ഘട്ടം LDF പിന്നിടുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ അതിനുശേഷം BJPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് തിരുവനന്തപുരത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. ഏറ്റവും ഒടുവിലാണ് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത്. നേരത്തെ തന്നെ സിറ്റിംഗ് MPമാർ അതാത് മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ചില മാറ്റങ്ങൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് തിരുവനന്തപുരത്ത് അത്തരം മാറ്റങ്ങളൊന്നുമില്ല. ശശി തരൂർ തന്നെ തിരുവനന്തപുരത്ത് UDFന്റെ സ്ഥാനാർത്ഥിയാവും എന്ന നിലയിലുള്ള പ്രഖ്യാപനം വന്നു. അതിനുശേഷം ഇന്നലെയാണ് ശശി തരൂർ ഡൽഹിയിൽ നിന്നും തിരിച്ച് തിരുവനന്തപുരത്ത് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും തിരുവനന്തപുരം മണ്ഡലത്തിലെ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഈ തലസ്ഥാന നഗരിയിൽ അല്ലെങ്കിൽ അവരുടെ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. എല്ലാവരുടെയും പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ പന്ന്യൻ രവീന്ദ്രന്റെ വിവിധ റോഡ് ഷോകൾ അടക്കമുള്ള പരിപാടികൾ, വിവിധ യോഗങ്ങളിൽ പന്ന്യൻ രവീന്ദ്രൻ സംസാരിക്കുന്നു. LDFന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ്, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഇന്ന് 10 മണിയോടുകൂടി നടക്കും. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും വിവിധ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. വിവിധ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം ഇന്ന് സന്ദർശനം നടത്തും. ഇവിടുത്തെ ആളുകളുമായി, വിശ്വാസികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അവരുമായി കാര്യങ്ങൾ സംവദിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം ഇനി ശശി തരൂരിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിക്കേണ്ടത്. ഈ പോസ്റ്റർ പ്രചരണം അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവർത്തകർ നേരത്തെ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. ഏതായാലും ഈ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. മൂന്ന് സ്ഥാനാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളാണ്, തുല്യശക്തികളായ സ്ഥാനാർത്ഥികളാണ് എന്ന് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയേണ്ടി വരും. ഈ പന്ന്യൻ രവീന്ദ്രനെ കുറിച്ചാണെങ്കിൽ നേരത്തെ തന്നെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ പോയിട്ടുള്ള ആളാണ്. 2005 തിരുവനന്തപുരത്ത് MP ആയി ജയിച്ചിട്ടുള്ള ആളാണ് പന്ന്യൻ രവീന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലത്തെക്കുറിച്ചും ഇവിടുത്തെ ആളുകളെക്കുറിച്ചും നല്ല പരിചയമുള്ള ആളാണ്. ഇവിടുത്തെ ആളുകൾക്കും നല്ല പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ് പന്ന്യൻ രവീന്ദ്രൻ. കഴിഞ്ഞ 10-40 വർഷത്തോളം കണ്ണൂരിലാണ് പന്ന്യൻ രവീന്ദ്രൻ ജനിച്ചതെങ്കിൽ പോലും, കണ്ണൂർകാരനാണ് എങ്കിൽ പോലും കഴിഞ്ഞ 10-40 വർഷമായി അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു ഗുണം പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ചുണ്ട്. ശശി തരൂർ ആണെങ്കിൽ സിറ്റിംഗ് MP ആണ്, നിലവിലെ MP ആണ്. ആ നിലയിൽ വലിയ ഒരു മേൽക്കൈ ശശി തരൂരിനുണ്ട്. അത് നിലനിർത്താൻ ശശി തരൂരിന് കഴിയുമോ എന്നത് മാത്രമാണ് ഇക്കുറി നമ്മൾ കണ്ടറിയേണ്ടത്. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആയിരിക്കും തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്നൊരു പ്രഖ്യാപനമാണ് നേരത്തെ തന്നെ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആ നിലയിൽ തന്നെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് തന്നെയാണ്. അതായത് തലസ്ഥാനത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ BJPയിൽ സജീവമായി നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ അല്ല, പകരം കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി BJP അവതരിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ആ ഒരു ഗുണം, അതായത് ഒരു കേന്ദ്ര മന്ത്രി എന്നുള്ള ഒരു ഗുണം ഒരുപക്ഷെ BJPക്കും ഗുണം ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ വോട്ടർമാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്കാണ് സംബന്ധിച്ച്. ഏതായാലും വളരെ ശക്തമായ ഒരു മത്സരത്തിന് തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് കളമൊരുങ്ങുക. ഫിജി. ശരി, കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കണ്ണൂർ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കിയ സ്ഥാനാർത്ഥികൾ. UDF സ്ഥാനാർത്ഥി സുധാകരന്റെ റോഡ് ഷോയ്ക്ക് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽനാഥ്, മൂന്ന് മുന്നണികളെ സംബന്ധിച്ചും കണ്ണൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി